നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് വരികയാണ്. ദ പ്രൊജക്ട് ഗ്രീൻ കോർ ബൈ കള്ളിയത്ത് ഗ്രൂപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ കേരളത്തിന്റെ വ്യാവസായിക നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവറുകളെ സ്വാഗതം ചെയ്യുന്നു. ഓൾറൈറ്റ്, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രൊജക്ട് ഗ്രീൻ കോറിന് ഇവിടെ ഇതാ തിരശ്ശീല ഉയരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ ആദരണീയനായ മന്ത്രി ശ്രീ പി രാജീവ് അവറുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. All right, thank you so much. May I now invite Shri P. Rajiv, Honorable Minister for Industries, Law and COI, Government of Kerala, for the inaugural address. ബഹുമാനായ അധ്യക്ഷൻ, ജനകീയ MLA ശ്രീ എ പ്രഭാകരൻ, ഏറെ പ്രിയപ്പെട്ട ശ്രീ നൂർ ഷാ ഉൾപ്പെടെയുള്ള കള്ളിയത്ത് കുടുംബാംഗങ്ങൾ, KSIDC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഹരികൃഷ്ണൻ, ഇൻഫ്ര MD ശ്രീ സന്തോഷ് കോശി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ആദരണീയരെ, സുഹൃത്തുക്കളെ, കള്ളിയത്ത് ഗ്രൂപ്പിന്റെ ഈ പുതിയ സംരംഭം ഗാസ സീലിന്റെ ഈ ഗ്രീൻ കോർ പ്രൊജക്ടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഏറെ അഭിമാനകരമായ ഒരു സന്ദർഭമാണ്. ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞ ശ്രീ നൂർ ഷാ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എങ്ങനെയാണ് കള്ളിയത്ത് ഗ്രൂപ്പിന്റെ വളർച്ച എന്നുള്ളത്. യഥാർത്ഥത്തിൽ പലരുടെയും ധാരണ, അല്ലെങ്കിൽ പലരിലും ഉണ്ടാക്കിയിട്ടുള്ള ധാരണ, ഇവിടെ ഈ ലോട്ടറിയും ബീവറേജും പെട്ടിക്കടയും ബാർബർ ഷോപ്പ് മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ വല്ലതുണ്ടോ എന്നാണ് ഒരു വലിയ പ്രചാരവേല നടക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കേരളം അങ്ങനെയല്ല. പിന്നെ IT സർവീസ് മേഖലകൾ, ഇതല്ലാതെ മാനുഫാക്ചറിംഗ് രംഗം ഇപ്പോൾ 18% വളർച്ചയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയിട്ടുള്ളത്. അഭിമാനകരമാണത്. എന്നാൽ പച്ചക്കറി മുതൽ എല്ലാത്തിനും മറ്റ് സംസ്ഥാനങ്ങളെ അല്ലേ നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നും നമ്മൾ അധിക്ഷേപിക്കാറുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ തന്നെ തൊട്ടടുത്ത സംസ്ഥാനം ഉപയോഗിക്കുന്ന സ്റ്റീലിൽ അതിലേക്ക് ഇവിടത്തെ പ്രൊഡക്ഷന്റെ 10% തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ഇത് 30-40 മാറാൻ പോകുന്നു. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കള്ളിയത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. നമ്മുടെ 2-3 സ്റ്റീൽ കമ്പനികൾ ഇപ്പോൾ കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കള്ളിയത്തിന്റെ പ്രത്യേകത, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കോർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കേരളത്തിലെ കമ്പനിക്കാണ്. അല്ലെങ്കിൽ സ്റ്റീൽ ഉണ്ടാക്കുന്ന കമ്പനിയൊക്കെ മറ്റ് സംസ്ഥാനത്തല്ലേ എന്നൊക്കെ പലരും ചോദിക്കുമെങ്കിൽ ഇവിടെയാണ് ആദ്യം സർട്ടിഫിക്കറ്റ് കിട്ടിയത്. 1 ടൺ സ്റ്റീൽ ഉണ്ടാക്കുമ്പോൾ 2.5 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. ഇപ്പോ ആഗോള താപനം, കാലാവസ്ഥ വ്യതിയാനം, പെയ്യണ മഴയുടെ സ്വഭാവം കണ്ടില്ലേ? പണ്ട് മഴ ഒരു സംഗീതാത്മകമായിരുന്നു, ഇപ്പൊ രൗദ്രമായ ഭാവത്തിലാണ്. ചെറിയ സമയത്ത് പെട്ടെന്നൊരു പെയ്ത്താണ്. ഏത് മാസം മഴ പെയ്യുന്നൊന്നും ആരൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഏത് മാസവും മഴ പെയ്യാം. ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ അതിൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ, ഹരിതഗ്രഹ വാതകങ്ങൾ, അതിന്റെ എമിഷൻ, പുറത്തേക്ക് തള്ളൽ പരമാവധി കുറയ്ക്കണം. അപ്പോഴാണ് 1 ടണ്ണിൽ 2.5 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന സ്ഥാനത്ത് നിന്ന് സീറോ എമിഷനിലേക്ക് കള്ളിയത്ത് ഗ്രൂപ്പ് വരുന്നു. അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഏകദേശം ഒരു വർഷം 8.25 ലക്ഷം കിലോ ലിറ്ററാണ് ഇവിടെ റീസൈക്കിൾ ചെയ്യാൻ പോകുന്നത്. ഈ പുതിയ സംവിധാനം വരുന്നതോടുകൂടി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നതിന്റെ അളവ് കുറയുന്നു എന്ന് മാത്രമല്ല, ഫോസിൽ ഇന്ധനങ്ങളുടെ അളവ് വല്ലാതെ കുറയും. ഞങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ ഡാമിൽ നിന്ന് ഒഴുകണ പോലെ ഒഴുകുന്നുണ്ട്. ആ വെള്ളത്തിന്റെ അളവ് നന്നായി കുറയ്ക്കാൻ കഴിയും. റീസൈക്ലിംഗ് കുറയും, റിന്യൂവബിൾ എനർജിയിലേക്ക് പോകും, സോളാറിലേക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിന് എടുത്തു പറയാവുന്ന ഒരു സ്ഥാപനമായി കള്ളിയത്ത് ഗ്രൂപ്പ് മാറിയതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്
അതിപ്പോ 4 മാസം കഴിയുകയാണ്. ഇന്നത്തെ ഇതനുസരിച്ച് 21% നമ്മൾ കൺവെർഷൻ റേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ മൊത്തം 10-15% ഈ പ്രഖ്യാപിച്ച് യാഥാർത്ഥ്യമാകാറുള്ളൂ. ഇവിടെ ആദ്യ സ്റ്റേജ് 110 കോടി, രണ്ടാമത്തെ സ്റ്റേജ് 400 കോടി. അങ്ങനെ 510 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കള്ളിയത്ത് ഗ്രൂപ്പ് ഇപ്പോ കേരളത്തിൽ നടത്തുന്നത്. അതിന് കള്ളിയത്ത് ഗ്രൂപ്പിനെ, ഗവൺമെന്റിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നിക്ഷേപ സംഗമത്തിൽ വന്നതിൽ ഒരു നല്ല പങ്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഈ 510 കോടി കള്ളിയത്ത് ഗ്രൂപ്പിന്റേതാണ്. 1000 തൊഴിലാണ് പുതുതായി സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ 350 ഡയറക്റ്റ് എംപ്ലോയ്മെന്റും ഇൻഡയറക്റ്റും കൂടി 1000 പുതിയ തൊഴിലവസരം കൂടി സൃഷ്ടിക്കുകയാണ്. നമ്മുടെ സമ്പദ്ഘടനയ്ക്കും ഇത് നല്ല സംഭാവന ചെയ്യും. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. രാവിലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ മനോരമയുടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് ഇനി 2 സ്ഥാപനങ്ങൾ കൂടി നിക്ഷേപ സംഗമത്തിൽ വന്നതുകൂടി പാലക്കാട് സന്ദർശിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തൃശ്ശൂര് 3 സ്ഥാപനങ്ങൾ IKGSന്റെ ഭാഗമായി വന്നത് സന്ദർശിക്കാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലെ ഒരു ചെടി അദ്ദേഹത്തിനും കൊടുക്കാം കേട്ടോ. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിക്ഷേപം 510 കോടിയുടെ അതിന്റെ കല്ലിടാൻ കഴിഞ്ഞു. അപ്പൊ 1ാം സ്റ്റേജ് എന്ന് തീരും. 100 1ാം സ്റ്റേജ് എത്ര സമയം എടുക്കും? കല്ലിട്ടാൽ ചോദിക്കും ഈ കല്ലാരട്ടെ എന്ന്. അപ്പൊ 1ാം ഘട്ടം അല്ലേ? അപ്പോ 24 months ആണ് വേണ്ടത്. 15 മാസം കൊണ്ട് തീരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ കല്ല് കാണുമ്പോൾ ആളുകൾ ചോദിക്കും ഇതാരട്ടെ എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ കൃത്യസമയത്തിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിക്കും. ചില മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളാണ് ശ്രീ നൂർഷാ. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലും പാരിസ്ഥിതികമായ രൂപത്തിലുള്ള ആ മൂല്യം ഈ കാലഘട്ടത്തിനനുസരിച്ച് മുറുകെ പിടിച്ച് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെയും കള്ളിയത്ത് ടീമിനെയും അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. സോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കള്ളിയത്ത് ഗ്രൂപ്പിന്റെ പ്രൊജക്ട് ഗ്രീൻ കോറിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ച് അതിനായ മന്ത്രിയാണ് അദ്ദേഹത്തിനുള്ള ചെറിയ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് കള്ളിയത്ത് ഗ്രൂപ്പ് ശ്രീ നൂർ മുഹമ്മദ് നൂർഷാ അദ്ദേഹം ആ ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങുകയാണ്. താങ്ക് യു സോ മച്ച്.